ഹായ് ഗായ്സ്, വെൽക്കം ടു യു വി ബ്ലോഗ്സ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദുബായിലെ അൽവർസാനിലെ ഒരു മനോഹരമായ ബോൺസായി നഴ്സറിയിലേക്കാണ്. ദുബായിൽ ബോൺസായി മരങ്ങൾ കൂടുതലായും ലഭിക്കുന്ന നഴ്സറീസ് എല്ലാം പ്രധാനമായും ഈ ഏരിയയിലാണ്. അതുകൊണ്ട് ഈ പ്ലേസ് വളരെ സ്പെഷ്യലാണ് ബോൺസായി ലവേഴ്സിന്. നമുക്ക് ഇന്ന് ഇവിടുത്തെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബോൺസായി ട്രീ കാണാം, അതിൻ്റെ ബ്യൂട്ടി എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ ഓരോ ബോൺസായി നഴ്സറിയും വളരെ മനോഹരമായി അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നു. നഴ്സറി കാണാൻ വരുന്നവർക്കും ബോൺസായി വാങ്ങിക്കാൻ വരുന്നവർക്കൊക്കെ അതൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്. ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇങ്ങനെ നിരവധി ബോൺസായി നഴ്സറികൾ സ്പ്രെഡായി കിടക്കുകയാണ്. അതുതന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയും. ഇവിടെ എങ്ങോട്ട് നോക്കിയാലും വ്യത്യസ്ത തരത്തിലുള്ള മനോഹരമായ ബോൺസായി മരങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. മരുഭൂമിയുടെ നടുവിൽ ഒരു കുഞ്ഞ് കാട് പോലെ ഫീൽ ചെയ്യുന്ന സ്ഥലമാണ് ഇവിടം. ചുറ്റും പച്ചപ്പും മനോഹരമായ ബോൺസായി മരങ്ങളും നിറഞ്ഞ ഈ സ്ഥലം കാണുമ്പോൾ ദുബായിലെ ഒരു ഡിഫറെൻറ്റ് സൈഡ് അനുഭവിക്കാനാവും ഇവിടെ. ഏറ്റവും നല്ല കാര്യം എന്തെന്നാൽ ഇവിടെ എൻട്രി കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ചെറിയ സൈസ് ആണെങ്കിലും ഈ ബോൺസായി മരങ്ങൾ ഇയേഴ്സ് പഴക്കമുള്ള മരങ്ങളാണ്. ഓരോ ബോൺസായും ഒരു ആർട്ട് പീസ് പോലെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഷേപ്പും കട്ടിങ്ങും റൂട്ട് കൺട്രോളും ചെയ്യുന്നതുമാണ് ബോൺസായിയുടെ സ്പെഷ്യാലിറ്റി. ചില ബോൺസായി മരങ്ങൾക്ക് 10 to 20 ഇയേഴ്സ് വരെ ഏജ് കാണും. മിനിയേച്ചർ ട്രീ പോലെ തോന്നിയാലും ഫുള്ളി ഗ്രോൺ ട്രീ സ്പീസീസ് തന്നെയാണ് ബോൺസായി മരങ്ങൾ. ഇവിടെ ബോൺസായി മരങ്ങൾ കൂടാതെ നിറയെ കളർഫുൾ ബോഗൻവില്ല പ്ലാന്റ്സും ഉണ്ടായിരുന്നു. പിങ്ക്, വൈറ്റ്, ഓറഞ്ച് കളേഴ്സ് എല്ലാം നഴ്സറി മുഴുവൻ ഒരു ബ്യൂട്ടിഫുൾ വൈബ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ ബോൺസായി മരങ്ങൾ കാണുമ്പോൾ ഏതോ ഒരു കലാകാരൻ മരത്തിൽ മനോഹരമായ ശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. ഓരോ മരത്തിനും അതിൻ്റേതായ യുണീക്ക് ഷേപ്പും ബ്യൂട്ടിയും ഉണ്ടെന്ന് തോന്നും. ഇവിടെ കാക്ടസ് പ്ലാന്റിൻ്റെ ഒരു സെക്ഷനും ഉണ്ടായിരുന്നു. പല ഷേപ്പിലും സൈസിലുമുള്ള കാക്ടസ് പ്ലാന്റുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇത്രയും വലിയ കാക്ടസ് പ്ലാന്റൊക്കെ ഞാൻ ആദ്യമായാണ് കാണുന്നത്. ചിലത് കാണുമ്പോൾ കാർട്ടൂൺ പ്ലാന്റ്സ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. വെള്ളമില്ലാതെയും സർവൈവ് ചെയ്യുന്ന പ്ലാന്റാണ് കാക്ടസ് പ്ലാന്റ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് അഡീനിയം പ്ലാന്റ് ആണ്. ഇതിനെ ഡെസേർട്ട് റോസ് എന്നും വിളിക്കാറുണ്ട്. ഇതിൻ്റെ തിക്ക് സ്റ്റെമ്മും ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സും കാണാൻ നല്ല യുണീക്ക് ഫീലാണ്. ഇതിന് സർവൈവ് ചെയ്യാൻ കുറച്ച് വെള്ളം മതി. അതാണ് ഇതിൻ്റെ പ്രത്യേകതയും. ഓവറോൾ നാച്ചറും ഗ്രീനറിയും ഇഷ്ടമുള്ളവർക്ക് ഡെഫിനറ്റ്ലി വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണിത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. See you in next vlog.